സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വിവരങ്ങൾ അവർക്ക് ഇപ്പോൾ കേരള തീരത്തേക്ക് ഇവ എത്തുമെന്നോ അടക്കമുള്ളവ ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനാൽ തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഏതെങ്കിലും അർത്ഥത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിരുന്നു, പക്ഷേ പ്രത്യേകിച്ചൊരു ജാഗ്രതാ നിർദ്ദേശവും ഈ ഘട്ടത്തിൽ പുറപ്പെടുവിക്കുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയായ ഇൻകോയ്സിന്റെ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് മുതൽ ബേപ്പൂർ മുതൽ അതുപോലെ കൊച്ചി തീരം വരെയുള്ള ഭാഗങ്ങളിൽ ജാഗ്രത പാലിക്കണം എന്നുള്ളത്. പക്ഷേ അപ്പോഴും ആ മുന്നറിയിപ്പുകളിൽ തന്നെ പറയുന്നുണ്ട് 3-4 ദിവസം എടുക്കും കപ്പലിൽ നിന്ന് വീണ പദാർത്ഥങ്ങൾ, വസ്തുക്കൾ കേരള തീരത്തേക്ക് അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിലേക്ക് എത്തണമെങ്കിൽ എന്ന കാര്യം അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കപ്പലിലുള്ള വസ്തുക്കൾ നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ 157 കണ്ടെയ്നറിലുള്ള വസ്തുക്കളുടെ വിവരങ്ങൾ, ഏറ്റവും ഡേഞ്ചറസ് ആയ വസ്തുക്കൾ അവയാണ്. അവയുടെ പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. DG ഷിപ്പിംഗ് വഴി സംസ്ഥാന സർക്കാരിനും ചീഫ് സെക്രട്ടറിക്കും അത് കൈമാറിയിട്ടുണ്ട്. അത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ ഔദ്യോഗികമായി പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അതുപ്രകാരം തീപിടിക്കുന്ന റെസിൻ സൊല്യൂഷൻസ് 1,35,672 കിലോഗ്രാം ഈ കപ്പലിലുണ്ട്. പരിസ്ഥിതിക്ക് ആഘാതം സൃഷ്ടിക്കുന്ന നിരവധി വസ്തുക്കൾ ഉണ്ട്. ബെൻസോഫിനൈൻ 15,719 കിലോ ഉണ്ട്. സിങ്ക് ഓക്സൈഡ് 20,340, ട്രൈക്ലോറോ ബെൻസീൻ 2,08,000 കിലോ ഉണ്ട്. മീഥൈൽ ഫിനോൾ 28,826 കിലോ ഉണ്ട്. ബെൻസൈൽ ഫിനോൾ 23,680, ഈഥൈൽ ഡൈ അമീൻ 3,174 കിലോഗ്രാം ഉണ്ട്. കോപ്പർ അയഡൈഡ് 2,550 കിലോ ഉണ്ട്. മാരക വിഷാംശം അടങ്ങിയ കീടനാശിനിയായ വെയ്പറിഡിലിയം 1,83,200 ലിറ്ററാണ് ഇതിനകത്തുള്ളത്. ഈഥൈൽ ക്ലോറോഫോർമേറ്റ് ഉണ്ട്. അതുപോലെ ശ്വാസകോശത്തെ ഗുരുതരമായി ബാധിക്കുന്ന ക്ലോറോ അനലൈൻസ് എന്ന് പറയുന്ന കീടനാശിനിയുണ്ട്. അത് 22,350 ലിറ്ററാണ് കപ്പലിനകത്തുള്ളത്. ലിഥിയം ബാറ്ററികൾ 167 ബോക്സുകളിലായി സൂക്ഷിച്ചിട്ടുണ്ട്. പെയിന്റിന്റെ അനുബന്ധ വസ്തുക്കളും ചേർത്ത് 37,478 ലിറ്റർ ഉണ്ട്. പ്രിന്റ് ഇങ്ക് 20,111 കിലോ ഈ കപ്പലിലുണ്ട്. ഇങ്ങനെ 157 കണ്ടെയ്നറുകളിലാണ് നമുക്ക് മാരകമായ വസ്തുക്കൾ അല്ലെങ്കിൽ അപകടകരമായ വസ്തുക്കൾ എന്ന് പറയാൻ കഴിയുന്ന വസ്തുക്കൾ ഉള്ളത്. ഇതിൽ വായുവിൽ സ്പർശിച്ചാൽ തന്നെ തീപിടിക്കുന്ന പദാർത്ഥങ്ങളുണ്ട്, അത്തരത്തിലുള്ള ലിക്വിഡ് ഉണ്ട്, ഖരപദാർത്ഥങ്ങൾ ഒക്കെ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കപ്പലിനുണ്ടാകുന്ന അപകടം അത് ഇപ്പോഴുണ്ടാകുന്നതിൽ നിന്നും ഗുരുതരമായ സ്ഥിതിയിലേക്ക് പോയാൽ അത് കടലിലെ പാരിസ്ഥിതികമായി വളരെയധികം ദോഷമുണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ്. കടലിലെ ജലജീവികൾക്ക്, സസ്യങ്ങൾക്ക്, അതിനെ ജീവജാലങ്ങൾക്ക് ആകമാനം അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. ഒപ്പം തീരപ്രദേശത്തും മലിനീകരണം ഉണ്ടാക്കും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പുമാണ്. അതുകൊണ്ട് തന്നെ ഇവ വെള്ളത്തിൽ എത്രമാത്രം കലർന്നു എന്ന ചോദ്യങ്ങളുണ്ട്. നേരത്തെ ഇൻകോയ്സിന്റെ തന്നെ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ എണ്ണപ്പാട പടരാനുള്ള സാധ്യതകൾ അവർ അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. കാലാവസ്ഥയും ഈ തെക്കിഴക്കൻ ദിശയിൽ കടൽ ഒഴുകുന്നതും ഇപ്പോഴുള്ള ഒഴുക്ക് അങ്ങനെയാണെന്നാണ് അറിയുന്നത്. അതും കാറ്റ് ഇങ്ങോട്ടടിക്കുന്നു എന്നൊക്കെയുള്ളത്, അതായത് കാലാവസ്ഥ, കാറ്റിന്റെ ദിശ പ്രതികൂലമാണ്. ഇതെല്ലാം കേരള തീരത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ? കേരള തീരത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത്രയും ദൂരമുണ്ട്, അതുകൊണ്ടാണ് ഈ 3-4 ദിവസം എടുക്കും എന്ന് തന്നെ ആ റിപ്പോർട്ടിൽ, പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ഇവർ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പക്ഷേ വിവിധ ഘട്ടങ്ങളായി അതിനെ വിലയിരുത്തിക്കൊണ്ട് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് മുന്നറിയിപ്പുകളിലും മാറ്റമുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ദുരന്ത നിവാരണ അതോറിറ്റിയൊന്നും മറ്റും ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പുകൾ നൽകാത്തത് എന്ന് വേണം നമ്മൾ കരുതാൻ. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ തന്നെ നമുക്കറിയാം MSC എൽസ 3 എന്ന കപ്പൽ കൊച്ചി പുറംകടലിൽ അപകടത്തിൽപ്പെട്ടതിന്റെ പ്ലാസ്റ്റിക് ഗ്രാനുകളുകളും മറ്റും ഇപ്പോഴും നമ്മുടെ തീരപ്രദേശത്തും മറ്റും അടിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അതിലും മാരകമായ വിഷപദാർത്ഥങ്ങൾ അടങ്ങിയ കണ്ടെയ്നറുകളാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട വാൻഹായ് 305 ഉള്ളത്. സ്വാഭാവികമായും അതിന്റെ പ്രത്യാഘാതം നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ആയിരിക്കില്ല, അതിലും ഗുരുതരമായിരിക്കും. അതുകൊണ്ടാണ് കപ്പലിനകത്തുണ്ടാകുന്ന പൊട്ടിത്തെറികൾ പോലും പ്രധാനപ്പെട്ട പ്രശ്നമായി മാറുന്നത്. ആ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ അതിലുള്ള പദാർത്ഥങ്ങൾ കടലിലേക്ക് കലരുക എന്ന സാഹചര്യം കൂടി ബാക്കി നിൽക്കുകയാണ് ഇവിടെ. ഇപ്പോൾ തന്നെ ഏതാണ്ട് 25-ലധികം കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട് എന്ന കാര്യമാണ് സ്ഥിരീകരിച്ച് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ കപ്പൽ കൂടുതൽ അപകടത്തിലേക്ക് പോവുകയാണ് എന്നാണ് നേവിയെയും കോസ്റ്റ് ഗാർഡിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിച്ച വിവരം. 15 ഡിഗ്രിയോളം കപ്പൽ ചെരിഞ്ഞു എന്നതടക്കമുള്ള വാർത്തകൾ
വന്നിരുന്നു. സ്വാഭാവികമായും അത്തരം കൂടുതൽ അപകടങ്ങളിലേക്ക്, തീ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് കൂടുതൽ പൊട്ടിത്തെറികളിലേക്കും മറ്റും പോയേക്കാം. അങ്ങനെ വന്നാൽ ഇത് മാത്രമല്ല, കപ്പലിന്റെ ഇന്ധനം കൂടിയുണ്ട്. അത് വളരെ കൂടിയ അളവിൽ ഉള്ളതാണ്. അതുകൂടി ഈ കലരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, കടലിലേക്ക് കലരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ ശ്രമകരമാക്കും എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ എണ്ണപ്പാട കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരാതെ അതിനെ നശിപ്പിച്ചു കളയാനുള്ള സംവിധാനങ്ങളുണ്ട്. അത്തരത്തിൽ അതിനെ മാറ്റാനുള്ള സംവിധാനങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പോകേണ്ടി വരിക്കുന്നു. നേരത്തെ ലിഡിയ തന്നെ സൂചിപ്പിച്ചിരുന്നു, രക്ഷാപ്രവർത്തനത്തിന് നേരിടുന്ന വെല്ലുവിളികൾ. അത്തരം വെല്ലുവിളികൾ മറികടക്കുക എന്നുള്ളത് ദുഷ്കരമാണ് എന്നുള്ളതാണ്. കാരണം ഈ തീ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ തീ നിയന്ത്രിച്ചാൽ മാത്രമേ, നേരത്തെ കഴിഞ്ഞ ദിവസത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ കപ്പൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒഴുകി നടക്കുന്ന സാഹചര്യം ഉണ്ടായി.